ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം ചോദിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നാം ചോദിക്കുന്നതിന് മുൻപ് കർത്താവ് അറിയുന്നുണ്ട്. എന്തെന്നാൽ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തി എങ്കിൽ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കായുള്ളത് കരുതി വച്ചിട്ടുണ്ട്. ആ കരുതലിൻ്റെ ഭാഗമാണ് ഇന്ന് കർത്താവ് നമ്മെ ഉറക്കമുണർത്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് കർത്താവ് അറിയുന്നു. കർത്താവ് തൻ്റെ സന്നിധിയിലായിരുന്ന ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. അവർ 3 ദിവസം തൻ്റെ കൂടെയായിരുന്നു. അവർ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് കർത്താവ് അറിഞ്ഞു അവർക്ക് ശാരീരിക ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. അവർക്കാവശ്യമായ ഭക്ഷണം അവർക്ക് നൽകണം എന്ന് അറിഞ്ഞിരുന്നു. ആ വിജനമായ പ്രദേശത്ത് കർത്താവ് 7 അപ്പം കൊണ്ട് 7000 പേരെ തീറ്റിപ്പോറ്റി. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയാവുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു, നമ്മുടെ കൂടെയുണ്ട്. 2 3 പേർ ഒരുമിച്ച് അവൻ്റെ സന്നിധിയിൽ കൂടിയാൽ അവൻ അവിടെ ഉണ്ടാകും. ഇന്ന് നാം ഓരോരുത്തരും ഈ പ്രാർത്ഥനയിൽ ആയിരങ്ങൾ ദൈവസന്നിധിയിൽ ഒരേ സമയം ആയിരിക്കുന്നു. ഈ സമയം കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നു. നീ ചോദിക്കുന്നതിന് മുൻപ് അവിടുന്ന് നിനക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്നു. അത് സ്വീകരിക്കാൻ കർത്താവ് നിന്നെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. നീ വിശ്വസിക്കുക. കർത്താവിന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. അവിടുന്ന് നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരും. വിശ്വാസമാണ്, നിന്റെ ആഴത്തിലുള്ള വിശ്വാസമാണ് അത് സ്വന്തമായി നേടിയെടുക്കേണ്ടത്. അതിനാൽ ഇന്ന് കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസപൂർവം കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറെ ചെറിയ മത്സ്യവും ഉണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മഗദാൻ പ്രദേശത്തേക്ക് പോയി. ഏറ്റവും സ്നേഹവാനായ കരുണാമയനായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഈ പുതിയ ദിവസം ഞങ്ങളെ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞ രാത്രിയിൽ നൽകിയതിനെ ഓർത്തും നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നീ അറിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നീ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കരുതിയിരിക്കുന്നു. കർത്താവേ,
ആ നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇത്രമാത്രം ഞങ്ങളെ കരുതുന്ന മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നരുളിച്ചത് ഈശോനാഥ. അപ്പനും അമ്മയും ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നതിനു മുൻപ് നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട്. നീ ഞങ്ങൾക്കാവശ്യമായതെല്ലാം കരുതി വച്ചിട്ടുണ്ട്. കർത്താവേ, നിന്റെ സകല നന്മകളുടെയും ഭണ്ഡാരം തുറന്ന് ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നീ കരുണയോടെ വീക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കിനി മുന്നോട്ടു പോകാൻ ശക്തിയില്ല. ഞങ്ങൾ തളർന്നു വീഴുന്നതിന് മുൻപ്, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുൻപിൽ, ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മുൻപിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ പതറി വീഴുന്നതിന് മുൻപ് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരത്തെ തന്നെ നിന്റെ കയ്യിൽ പരിഹാരമുണ്ട്. കർത്താവേ, നിനക്ക് പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല, ഇനി അതുണ്ടാവുകയുമില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം നീ മാത്രമാണ്. ഈശോയെ, ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആകുലപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നിലുണ്ട്. ഞങ്ങൾ വിഷമിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മറികടക്കാനുള്ള ശക്തി നിന്നിലുണ്ട്. ഞങ്ങൾക്കുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള കഴിവ് നിന്നിലുണ്ട്. കർത്താവേ, നിന്നെ ഞങ്ങൾ പൂർണ്ണമായും സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഈശോയെ, നിന്നെ സ്നേഹിക്കാനും നിന്നെ സ്വന്തമാക്കാനും നിന്റെ സ്നേഹത്തിൽ വസിക്കാനും ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. ഇന്ന് കർത്താവേ, നിന്റെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എപ്പോഴും നോക്കി വേദനിച്ച് പരാതി പറഞ്ഞിരിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ഏറ്റവും ശക്തനായ അങ്ങയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾ കാത്തിരിക്കും. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്തെന്നാൽ നീ കരുണാമയനാണ്, നീ കാരുണ്യവാനാണ്, നീ ദയാലുവാണ്, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവാണ്, നീ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ട കർത്താവാണ്. അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ, അവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ, അവരെ തളർത്തുന്ന പ്രതിസന്ധികളെ, അവരെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഇന്ന് നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ആദ്യമായി കേൾക്കുന്ന ചില വ്യക്തികളുണ്ട്. ഈ പ്രാർത്ഥന തുടക്കം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആരൊക്കെയോ അയച്ചു കൊടുത്തിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ ഇത് പ്രാർത്ഥിച്ച് കുറച്ചുനാൾ വേണ്ടെന്ന് വെച്ചു വീണ്ടും അവർ തിരികെ വന്ന് ഇത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ആരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിലും, ആരൊക്കെ ഇത് അയച്ചു കൊടുക്കുന്നു എങ്കിലും അവർക്കുള്ള പ്രതിഫലമാണ് നീ. അതിനാൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു. ഈ മക്കളുടെ പ്രതിഫലം കർത്താവേ നീ തന്നെയാണ്. ഇന്ന് ഇവരെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമായി നീ ഇവരെ സന്ദർശിക്കണമേ. ഇവരുടെ ഹൃദയത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ വിഷമങ്ങളും അകറ്റി ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാക്കി മാറ്റണമേ. ഇവരെ അലട്ടുന്ന ഇവരുടെ കടബാധ്യതകളെ, ഇവരുടെ രോഗപീഠകളെ നീ സുഖപ്പെടുത്തണമേ. ഇവരുടെ സാമ്പത്തിക മേഖലയിൽ നീ ഇടപെടണമേ. കർത്താവേ, കിട്ടാനുള്ള പണം അത് കൊടുക്കേണ്ടിയവർക്ക് അത് കൊടുത്തു തീർക്കാനുള്ള മനസ്സ് കൊടുത്ത് അതിനുള്ള പണം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കടം വാങ്ങിച്ചിട്ട് അനേകം പേർ അത് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ അഹങ്കാരത്തോടെയുള്ള സംസാരം, പെരുമാറ്റം കാരണം ആ കൊടുത്തവർക്കുണ്ടാകുന്ന വേദനയെ നീ കാണണമേ. കർത്താവേ, പണം ചോദിച്ച് കൈ കിട്ടുന്നിടം വരെ ഒത്തിരി താഴ്മയോടും വിനയത്തോടും നിന്നിട്ട് പണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ആ കൊടുത്തവരെ ഓർക്കാത്ത, കൊടുത്തവരെ എങ്ങനെയെങ്കിലും വഞ്ചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോട് കരുണ തോന്നണമേ. ദൈവീക അനുതാപം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഇന്ന് വരെ ആരൊക്കെ എപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ സഹായം പോലും
ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. നീ അവരെ മാനിക്കണമേ. കർത്താവെ, തിരികെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലും പോലും നിന്റെ സഹായം അവർക്കുണ്ടാകണമേ. കർത്താവെ, ഇന്നുവരെ ഞങ്ങളെ സ്നേഹിച്ചവരെ, ഞങ്ങളെ സഹായിച്ചവരെ, ഏതെങ്കിലും ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ഞങ്ങളെ സഹായിച്ചവരെ നീ അനന്തമായി നീ സ്നേഹിക്കണമേ, സഹായിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള ആ പ്രാർത്ഥന നീ കേൾക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നത് കർത്താവേ നീ അറിയുന്നുണ്ടല്ലോ. ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നീ അത് വായിച്ചറിയുന്നുണ്ടല്ലോ. ഇന്ന് അവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാകാൻ, ആഘോഷത്തിൻ്റെ ദിവസമാകാൻ ഈ മക്കളുടെ ആഗ്രഹം നീ അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞ് ഇന്ന് അവരെ സഹായിക്കണമേ. കർത്താവേ, ഇവരോട് കരുണ തോന്നണമേ. ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് നല്ലൊരു ജീവിതം നൽകി, നല്ലൊരു മനസ്സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, ഇന്ന് ജീവിതം ഒരു ആഘോഷമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന നാഥ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ദൈവമേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ. അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ നീ ചോദിക്കുന്നതിന് മുൻപേ അറിഞ്ഞ് അവിടുന്ന് നിനക്കെല്ലാം സാധിച്ചു തരട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ സമൃദ്ധിയും സംരക്ഷണവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഓടിക്കുന്ന യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും മേലെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.